നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ന്യൂഡൽഹിയിൽ നിന്നും അതിരാവിലെ തന്നെ പുറത്തുവരുന്നത്. ഡൽഹിയിൽ റെയിൽവേ സ്റ്റേഷനിൽ തിക്കും തിരക്കിലും പെട്ട 18 മരണം. കുംഭമേളയ്ക്കായി എത്തിയവരുടെ അനിയന്ത്രിത തിരക്കിനിടയിലാണ് അപകടം സംഭവിച്ചത്. 50-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. മരിച്ചവരിൽ 3 കുട്ടികൾ എന്ന ആദ്യ റിപ്പോർട്ടുകൾ പുറത്തുവന്നുവെങ്കിലും നിലവിൽ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം 5 കുട്ടികൾ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സംഭവത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. അതേസമയം അപകടത്തിൽ റെയിൽവേ മന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. റെയിൽവേ പ്ലാറ്റ്ഫോമിലെ തിക്കിലും തിരക്കിലും പെട്ട ജീവൻ നഷ്ടപ്പെട്ടതിൽ അങ്ങേയറ്റം വേദനിക്കുന്നു. ദുഃഖത്തിന്റെ ഈ മണിക്കൂറിൽ എന്റെ ചിന്തകൾ ദുഃഖിതരായ കുടുംബങ്ങൾക്കൊപ്പമാണ്. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നും മന്ത്രി കുറിച്ചു. പ്ലാറ്റ്ഫോം മാറ്റി ട്രെയിൻ നിർത്തിയതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് വിവരം. ചീഫ് സെക്രട്ടറിക്കും കമ്മീഷണർക്കും ലഫ്റ്റനന്റ് ഗവർണർ അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി 10 മണിയോടെയാണ് സംഭവം. സ്റ്റേഷനിലെ 14, 15 പ്ലാറ്റ്ഫോമുകളിലാണ് അനിയന്ത്രിതമായ തിരക്ക് ഉണ്ടായത്. അപകടത്തിൽ 15-ലേറെ പേർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ആദ്യ വിവരം. എന്നാൽ പിന്നീട് ആശുപത്രി അധികൃതർ മരണം സ്ഥിരീകരിച്ചു. പ്രയാഗ്രാജ് എക്സ്പ്രസിൽ പോകാനായി ആയിരങ്ങളാണ് രാത്രി സ്റ്റേഷനിലെത്തിയത്. പ്ലാറ്റ്ഫോം 14 നിന്നായിരുന്നു ഈ തീവണ്ടി പോകേണ്ടിയിരുന്നത്. അതേസമയം 12, 13 പ്ലാറ്റ്ഫോമുകളിൽ എത്തിയിരുന്ന സ്വതന്ത്ര സേനാനി ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസുകൾ വൈകിയതോടെ 3 പ്ലാറ്റ്ഫോമുകളിലും വലിയ ജനക്കൂട്ടമുണ്ടായി. തുടർന്നാണ് തിക്കും തിരക്കിലും പെട്ട നിരവധി ആളുകൾ മരണത്തിലേക്ക് ഇടയായത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്റ്റേഷനിൽ വിന്യസിച്ചിട്ടുണ്ട്. സ്റ്റേഷനിൽ തീർത്ഥാടകരുടെ തിരക്ക് കുറയ്ക്കാൻ പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തും. സംഭവത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. അടിയന്തര നടപടി കൈക്കൊള്ളാൻ ചീഫ് സെക്രട്ടറിക്കും കമ്മീഷണർക്കും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നിർദ്ദേശം നൽകി. ലഫ്റ്റനന്റ് ഗവർണർ LNGP ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. ദുരിതത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടുക്കം രേഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്കൊപ്പമാണ് എന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. അധികൃതർ സഹായങ്ങളെല്ലാം ഉറപ്പാക്കുന്നുണ്ടെന്നും പറഞ്ഞു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. റെയിൽവേ മന്ത്രിയുമായി സംസാരിച്ചെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അറിയിച്ചു. അതേസമയം ലോകത്ത് തന്നെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമം എന്ന് വിശേഷിപ്പിക്കുന്ന മഹാകുംഭമേള കുറച്ചു ദിവസത്തേക്ക് കൂടി നീട്ടണമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശ് സർക്കാരിനോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുംഭമേളയിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം കാത്ത് നിരവധി ആളുകളും പലയിടങ്ങളിലായി കാത്തിരിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. മുൻ വർഷങ്ങളിൽ 75 ദിവസമാണ് കുംഭമേള നടത്തിയിരുന്നത് എന്നും അഖിലേഷ് യാദവ് ഓർമ്മപ്പെടുത്തി. കുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായി പോകുന്ന ആളുകളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിറയുന്നുണ്ട്. കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ ആളുകളുടെ തിരക്ക് മൂലം പ്രയാഗ്രാജിലേക്കുള്ള റോഡിൽ കിലോമീറ്ററുകളോളം ദുരിതത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതിനെ തുടർന്ന് പ്രയാഗ്രാജ് സംഘം റെയിൽവേ സ്റ്റേഷൻ താൽക്കാലികമായി അടച്ചിരുന്നതായും ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട കഴിഞ്ഞ മാസം എത്ര പേർ മരിച്ചു എന്നത് സംബന്ധിച്ച കണക്ക് വെളിപ്പെടുത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തുന്നു. മുൻ വർഷങ്ങളിൽ 75 ദിവസമാണ് കുംഭമേള നടത്തിയിരുന്നത് എങ്കിൽ ഈ വർഷം ഇത് 45 ദിവസമായി കുറച്ചിരുന്നു. ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് ഇത്തവണത്തെ കുംഭമേള നടക്കുന്നത്. മഹാശിവരാത്രി ദിവസമാണ് കുംഭമേള അവസാനിക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം വരെയുള്ള കണക്കനുസരിച്ച് 50 കോടിയിലധികം ആളുകൾ മഹാകുംഭമേളയിൽ വിശുദ്ധ സ്നാനം അനുഷ്ഠിച്ചു എന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ നൽകുന്ന വിവരം. മഹാകുംഭമേള എന്ന പേരിൽ പുതിയ ജില്ലയിൽ ഉൾപ്പെടെ രൂപവൽക്കരിച്ചാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഒരുക്കങ്ങൾ. ഏകദേശം 4000 ഹെക്ടർ സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്നാനഘട്ടങ്ങളുടെ നീളം 8 കിലോമീറ്ററിൽ നിന്ന് 12 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1850 ഹെക്ടറിലാണ് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്.